ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കി. അപ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തോന്നി. പിന്നെ കമ്പാരിറ്റീവ്ലി ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫീസും കുറവാണ്. ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ തൊട്ട് നല്ല ഫ്രണ്ട്ലി ട്യൂട്ടേഴ്സ് ആയിരുന്നു. പിന്നെ മൈക്രോ ബാച്ചസ് ആയ കാരണം തന്നെ അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതങ്ങനെ ഓക്കെ. ഹലോ ഗുട്ടൻ ടാഗ്. മെറ്റഫോറയിൽ ജർമ്മൻ A1 ലെവല് പാസ്സായി A2 ലെവല് പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ദീപ്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് ദീപ്തി. ഹായ് ഗുട്ടൻ ടാഗ്. ഓക്കെ, സോ ദീപ്തിയുടെ വീട് എവിടെയാണ് വരുന്നത്? എൻ്റെ വീട് തൃശ്ശൂർ കാഞ്ഞാണിയിലാണ്. ഓക്കെ, സോ ദീപ്തി എന്തുകൊണ്ടാണ് ജർമ്മനി തന്നെ ചൂസ് ചെയ്യാൻ കാരണം? ഹൗസ് ബിൽഡിംഗ് നേഴ്സിംഗ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ടാണ് ജർമ്മനി ചൂസ് ചെയ്തത്. സോ ദീപ്തി എങ്ങനെയാണ് മെറ്റഫോറിനെ കുറിച്ച് അറിയുന്നത്? ഞാനൊരു ആഡ് വഴി കണ്ടിട്ടാണ് മെറ്റഫോറിനെ കുറിച്ച് അറിയുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് മെറ്റഫോർ തന്നെ ചൂസ് ചെയ്യാൻ കാരണം? ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കി. അപ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തോന്നി. പിന്നെ കമ്പാരിറ്റീവ്ലി ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫീസും കുറവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് മെറ്റഫോർ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് തോന്നിയത്. ഓക്കെ, അപ്പൊ ഈ ഫീസ് കുറവിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ മെറ്റഫോറിലോട്ട് വന്ന സമയത്ത് അങ്ങനെ ഒരു ഫീസ് കുറവായതുകൊണ്ട് ക്വാളിറ്റി കുറയോ, അങ്ങനെ എന്തെങ്കിലും ടെൻഷനോ പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ തൊട്ട് നല്ല ഫ്രണ്ട്ലി ട്യൂട്ടേഴ്സ് ആയിരുന്നു. പിന്നെ മൈക്രോ ബാച്ചസ് ആയ കാരണം തന്നെ അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതങ്ങനെ ഓക്കെ. പിന്നെ ഇവിടുത്തെ ടീച്ചിങ് അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എല്ലാം ഓക്കെ ആണ്? അതെ, ആണ്. അപ്പൊ ദീപ്തി ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ദീപ്തിയുടെ ഫ്രണ്ട്സിനൊക്കെ മെറ്റഫോർ റെക്കമെൻഡ് ചെയ്യും? എന്തായാലും അവർക്ക് സജസ്റ്റ് ചെയ്യും.